Hi everyone, let us do a problem on perspective projection. Question is same as in your workbook. It's a sixth question in perspective projection. So page number may be different, we can check it. So the question is like this: a square prism of base edge 30 mm and a height 60 mm is resting on a face with the axis inclined at 30 degree with the picture plane and the center of the nearest base in the picture plane. Station point is 30 mm in front of the picture plane, 5 mm to the right of the midpoint of the axis, 50 mm above the ground plane. Draw the perspective view of the prism. So this is the question. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ വരയ്ക്കേണ്ടത് ഒരു പിക്ചർ പ്ലെയിൻ ആണ്. പിക്ചർ പ്ലെയിൻ ഞാൻ റഫായിട്ടൊന്ന് വരച്ച് കാണിക്കാം. സോ അപ്പോൾ നമ്മൾ ആദ്യം ഒരു പിക്ചർ പ്ലെയിൻ വരയ്ക്കുക. ഒരു പിക്ചർ പ്ലെയിൻ വരയ്ക്കുക. പിക്ചർ പ്ലെയിൻ്റെ താഴെ നെയിം ഇറ്റ് അസ് പി പി എന്ന് നെയിം കൊടുക്കുക. അതിൻ്റെ താഴെ നിങ്ങൾ എന്ത് വരയ്ക്കണം? ഒരു ഗ്രൗണ്ട് ലൈൻ വരയ്ക്കണം. മോസ്റ്റ് ഓഫ് ദി എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. വ്യത്യാസമുള്ള പ്രോബ്ലം ഞാൻ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറയാം. അപ്പം പിക്ചർ പ്ലെയിനും ഗ്രൗണ്ട് ലൈനും വരയ്ക്കേണ്ട ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് എത്രയാണ്? സ്റ്റേഷൻ പോയിന്റുകളുടെ ഡിസ്റ്റൻസ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടാകും. അത് നോക്കുക. സ്റ്റേഷൻ പോയിന്റ് ഡിസ്റ്റൻസ് എത്രയാണ് തന്നേക്കുന്നത്? സ്റ്റേഷൻ പോയിന്റ് ഡിസ്റ്റൻസ് ആയിട്ട് തന്നേക്കുന്നത് നമുക്കറിയാം 30 mm ഇൻ ഫ്രണ്ട് ഓഫ് ദി പിക്ചർ പ്ലെയിൻ ആൻഡ് 50 mm എബവ് ഗ്രൗണ്ട് ലൈൻ. ഈ രണ്ട് ഡിസ്റ്റൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. മിക്ക എല്ലാ ക്വസ്റ്റ്യനും അതുണ്ട്. നിങ്ങളപ്പോൾ അത് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് സ്റ്റേഷൻ പോയിന്റുകളുടെ ഡിസ്റ്റൻസ് ആദ്യം മനസ്സിലാക്കിയെടുക്കുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് പിന്നെ ഒരു എക്സ്ട്രാ 20 mm കൂടെ ഇട്ടിട്ട് വേണം നിങ്ങളിത് വരയ്ക്കാൻ. അപ്പോൾ നോക്കി, ഈ ഡിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ഈ ഡിസ്റ്റൻസ്? ഈ ഡിസ്റ്റൻസ് 50 പ്ലസ് 30 പിന്നെ ഒരു 20യും കൂടി. സോ അതെന്തുകൊണ്ടാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷൻ പോയിന്റ് ഓവർലാപ്പ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനിയും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒബ്ജക്റ്റിനെ നമ്മളൊന്ന് അസ്യൂം ചെയ്യുക. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ പ്രിസമാണ്. ആ സ്ക്വയർ പ്രിസം റെക്ടാങ്കുലർ ഫേസിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. റെക്ടാങ്കുലർ ഫേസ് റെസ്റ്റ് ചെയ്യുമ്പം ആദ്യം ഏത് വ്യൂ ആണ് വരയ്ക്കുന്നത്? സംശയമുണ്ടെങ്കിൽ ഇതാ ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളുക. വരയ്ക്കാം. റെക്ടാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യുന്ന സ്ക്വയർ പ്രിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇതിങ്ങനെയാണ് ഇരിക്കുക. റെക്ടാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യുന്ന സ്ക്വയർ പ്രിസം ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ നോക്കിയോ, നമ്മൾ ടോപ്പ് വ്യൂ നോക്കുമ്പം വി വിൽ സീ എ റെക്ടാങ്കിൾ. ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ട് വ്യൂവിലും സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമുക്ക് 30 mm ഒരു സ്ക്വയർ ആയിട്ടാണ് കാണുക. ടോപ്പ് വ്യൂ നോക്കുമ്പം 30 mm ഒരു സൈഡും 60 mm ഹൈറ്റുമുള്ള ഒരു റെക്ടാങ്കിൾ ആയിട്ടാണ് ടോപ്പ് വ്യൂ കാണുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിൾ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഏത് വ്യൂവിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതിനകത്ത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? ദാറ്റ് സ്ക്വയർ പ്രിസം ഈസ് റെസ്റ്റിംഗ് ഓൺ HP വിത്ത് വൺ ഓഫ് ഇറ്റ്സ് ഫേസ് ആൻഡ് ആക്സിസ് ഇൻക്ലൈൻഡ് ടു പിക്ചർ പ്ലെയിൻ അറ്റ് 30 ഡിഗ്രി. അപ്പോൾ ഞാൻ വരയ്ക്കുമ്പം ഇതിന്റെ ടോപ്പ് വ്യൂവിൽ ഇതിന്റെ ആക്സിസ് എത്ര ഡിഗ്രി ഇൻക്ലൈൻ ആകണം? പിക്ചർ പ്ലെയിനുമായിട്ട് 30 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്തിട്ട് വെച്ചിട്ട് വേണം വരയ്ക്കാൻ. അപ്പം നിങ്ങൾ നോക്കിക്കോണം, നമ്മൾ നേരത്തെ ഈ പ്രോബ്ലത്തിൽ നേരത്തെയുള്ള പ്രോബ്ലത്തിൽ നമ്മളത് ചെയ്തിട്ടുണ്ട്. 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു പിക്ചർ പ്ലെയിൻ. നിങ്ങൾക്കറിയാം ആക്സിസ് എന്ന് പറഞ്ഞ സാധനം ഇതാണ് ആക്സിസ്. ആക്സിസ് 30 ഡിഗ്രി ഇൻക്ലിനേഷൻ മേക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ എഡ്ജ് 30 ഡിഗ്രി മേക്ക് ചെയ്യുന്നതും. കാരണം ആക്സിസും ഈ സൈഡും പാരലാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കുക. ഇനിയും നോക്കിക്കോണം, സിമ്പിൾ ഫിഗർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാമെന്ന്. അപ്പോൾ നമ്മളിവിടെ ടോപ്പ് വ്യൂ വരച്ചു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണോ ക്വസ്റ്റ്യൻ എന്നുള്ളത് നിങ്ങൾ ഒന്നും കൂടെ ക്വസ്റ്റ്യൻ ചേർത്ത് വായിക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? റെക്ടാങ്കുലർ ഫേസിൽ റെസ്റ്റ് ചെയ്യുന്ന സ്ക്വയർ പ്രിസം അതിൻ്റെ നിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്ന പിക്ക് നിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്ന എൻഡ് ഫേസിൻ്റെ മിഡ് പോയിന്റിൽ കൂടിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മധ്യത്തിലൂടെയാണ് പിക്ചർ പ്ലെയിൻ പാസ് ചെയ്തു പോകുന്നത്. അപ്പോൾ നോക്കി, ഇവിടെ നമ്മൾ നേരത്തെ വരച്ചേക്കുന്ന പ്രകാരം ഈ എഡ്ജ് സപ്പോസ് ഞാൻ ഇതിനെ നെയിം ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇതിനെ നെയിം ചെയ്യുക. A B C D E F
ജി എച്ച്. സോ ദാറ്റ് ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എ ബ്രാക്കറ്റിൽ ഇ, ഹിയർ ഇറ്റ് ഈസ് ബി ബ്രാക്കറ്റിൽ എഫ്, സി ബ്രാക്കറ്റിൽ ജി, ഡി ബ്രാക്കറ്റിൽ എച്ച്. ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ നെയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ കേസിൽ ഇതെങ്ങനെ വന്നിരിക്കുന്നത്? ഈ എ ഇ എന്ന് പറഞ്ഞ എഡ്ജ് പിക്ചർ പ്ലെയിനിനെ ടച്ച് ചെയ്ത് നിൽക്കുന്നത് പോലെയാണ് ഞാനിത് വരച്ചത്. നമ്മുടെ നേരത്തെ പ്രോബ്ലം നമ്മൾ ഇങ്ങനെ തന്നെയാണ് വരച്ചത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. അതെല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ദ സെന്റർ ഓഫ് ദ നിയറസ്റ്റ് ബേസ് ഈസ് ഇൻ ദ പി പി. അപ്പം ഈ പ്രോബ്ലത്തിൽ ഇതിങ്ങനെ നിൽക്കുന്നതിന്റെ ഈ പി പിക്ക് നിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എ ബി എഫ് ഇ എന്ന് പറഞ്ഞ ഈ ഫേസ്, ഈ ബേസ് ആണ് പി പിക്ക് നിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അതിന്റെ മിഡ് പോയിന്റ് പിക്ചർ പ്ലെയിനിൽ കൂടി പാസ് ചെയ്തു പോകണം. അതിന്റെ മിഡ് പോയിന്റ് പിക്ചർ പ്ലെയിനിൽ കൂടെ പാസ് ചെയ്തു പോകണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു റീഡ്രോ ദ പിക്ചർ പ്ലെയിൻ ലൈക്ക് ദിസ്. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള പിക്ചർ പ്ലെയിൻ. ഈ റെഡ് ലൈനിൽ വരച്ചതാണ് യഥാർത്ഥ പിക്ചർ പ്ലെയിൻ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യമേ റഫായിട്ട് വരച്ചു നോക്കുക, എന്നിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. പിക്ചർ പ്ലെയിനുമായിട്ടുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടാണോ ഞാൻ ഈ ടോപ്പ് വ്യൂ വരച്ചേക്കുന്നത് എന്ന് നിങ്ങൾ വീണ്ടും നോക്കിയിട്ട് നിങ്ങൾ ഇതിനെ ഫിക്സ് ചെയ്യാവൂ. സോ ഈ കേസിൽ പിക്ചർ പ്ലെയിൻ പോകുന്നത് എക്സാക്ട്ലി മിഡ് പോയിന്റ് ഓഫ് ദി നിയറസ്റ്റ് ബേസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് പിക്ചർ പ്ലെയിൻ വരയ്ക്കുക. നൗ ഈ പിക്ചർ പ്ലെയിനിൽ നിന്നും ഡിസ്റ്റൻസ് എടുത്തിട്ട് വേണം നിങ്ങൾ ഗ്രൗണ്ട് ലൈൻ വരയ്ക്കാൻ. എത്ര വരയ്ക്കണം? 100 mm വരച്ചാൽ മതി. കാരണം 50 + 30 + 20 100 mm ഡിസ്റ്റൻസ് എടുത്ത് വരച്ചാൽ മതി. ബാക്കിയുള്ളത് സെൻട്രൽ പ്ലെയിനും ഒക്കെ മാർക്ക് ചെയ്യുന്നത് ക്വസ്റ്റ്യനകത്തിൽ നമുക്ക് നോക്കി അതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാനിത് ശരിയായിട്ട് ഇതിൻ്റെ ഈ സൈഡിലോട്ട് ഞാനിതൊന്ന് വരയ്ക്കുകയാണ്. നിങ്ങൾ നോക്കിക്കോളുക. ആദ്യമേ ഞാൻ വരയ്ക്കാൻ പോകുന്നത് പിക്ചർ പ്ലെയിൻ അല്ല. പിക്ചർ പ്ലെയിനിന് പകരം റെഫർ ചെയ്യാൻ വേണ്ടി ഞാൻ ചെറിയൊരു പോയിന്റ് കൊടുത്തിട്ട് ആദ്യം എന്ത് ചെയ്യും? ഈ റെക്റ്റാങ്കിളിനെ 30 ഡിഗ്രി വരയ്ക്കണം. പിക്ചർ പ്ലെയിൻ ആദ്യമേ വരച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം ഈ റെക്റ്റാങ്കിൾ വരയ്ക്കുക, 30 ഡിഗ്രി ഇൻക്ലൈൻഡ് റെക്റ്റാങ്കിൾ വരയ്ക്കുക. അതിൻ്റെ ഈ മിഡ് പോയിന്റിൽ കൂടി ചേർത്താണ് രണ്ടാമതാണ് പി പി നിങ്ങൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ പിക്ചർ പ്ലെയിനെ റെഫർ ചെയ്ത് വരയ്ക്കാനുള്ള റെക്റ്റാങ്കിളിനെ വരയ്ക്കാം. സോ അത് ഇൻക്ലൈൻഡ് ടു പിക്ചർ പ്ലെയിൻ ആയിട്ട് 30 ഡിഗ്രി നിൽക്കുന്ന റെക്റ്റാങ്കിളിനെ വരയ്ക്കുക. അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 60 mm ആണ്. സോ 60 mm ഹൈറ്റിലുള്ള റെക്റ്റാങ്കിൾ 30 mm ആണ് അതിൻ്റെ സൈഡ്. നിങ്ങളിത് പ്രൊട്രാക്ട് വെച്ച് തന്നെ വരയ്ക്കണം. 90 ഡിഗ്രി എടുത്ത് വെച്ചേ വരയ്ക്കാവൂ, അല്ല ഇത് തെറ്റും. ഓക്കെ, നൗ ഇപ്പം ഞാനിതിൻ്റെ ടോപ്പ് വ്യൂ കാണേണ്ട റെക്റ്റാങ്കിളിനെ ഏകദേശം വരച്ചിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മൾ ഇതിൻ്റെ പിക്ചർ പ്ലെയിൻ എവിടെയാണ് വരയ്ക്കേണ്ടത്? പിക്ചർ പ്ലെയിൻ വരയ്ക്കുമ്പോൾ മുമ്പേ പറഞ്ഞ പോലെ നിയറസ്റ്റ് ആയിട്ട് വരുന്ന ഈ ബേസിൻ്റെ സെൻറ്ററിൽ വേണം വരയ്ക്കാൻ. ആ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന പോകുന്ന തരത്തിൽ ഡ്രോ ദ പിക്ചർ പ്ലെയിൻ. ക്വസ്റ്റ്യൻ വായിക്കുമ്പം ഇത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം എല്ലാ ക്വസ്റ്റ്യനും വായിക്കാൻ, ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ. നൗ വി ഹാവ് എ പിക്ചർ പ്ലെയിൻ ഇൻ ത്രൂ ദി സ്ക്വയർ പ്രിസം. അപ്പോൾ പിക്ചർ പ്ലെയിൻ തന്നെ ഇവിടെ സ്ക്വയർ പ്രിസത്തിനെ കട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? പിക്ചർ പ്ലെയിനിൻ്റെ മുമ്പിലായിട്ട് ഈ സ്ക്വയർ പ്രിസത്തിന്റെ കുറച്ച് പോർഷൻ ഇറങ്ങി നിൽപ്പുണ്ട്. ഇപ്പോൾ ഈ കേസിലൊക്കെ നോക്കിക്കേ, ഈ കേസിൽ നമ്മൾ ഈ ഗ്രീൻ ലൈനാണ് പിക്ചർ പ്ലെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇത് ഈ ഒബ്ജക്റ്റ് മൊത്തമായിട്ട് പിക്ചർ പ്ലെയിനിന്റെ ബാക്കിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പല കേസുകളും വരച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നുകൂടെ ഞാൻ ഓർക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ ഒരു റഫായിട്ട് വരച്ച് കാണിക്കാം. സി പിക്ചർ പ്ലെയിൻ, ഇത് ഗ്രൗണ്ട് പ്ലെയിൻ ആണ്, ഇത് പിക്ചർ പ്ലെയിൻ ആണ്. അപ്പം നിങ്ങൾക്കറിയാം ഇത് ഇൻ ഫ്രണ്ട് ഓഫ് പിക്ചർ പ്ലെയിൻ, ഇത് ബിഹൈൻഡ് പിക്ചർ പ്ലെയിൻ.
അപ്പോൾ ഈ കേസിൽ നമ്മുടെ പർട്ടിക്കുലർ ഒബ്ജക്റ്റ് നിൽക്കുന്നത് ഇതിനെയും കൂടെ ഈ നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ എന്താ ഫുള്ളായിട്ട് ഇത് ഈ പിക്ചർ പ്ലെയിൻ്റെ ബിഹൈൻഡ് ആയിട്ടാണ് നിന്നിരുന്നത്. അപ്പോൾ ഈ കേസിൽ ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? പിക്ചർ പ്ലെയിനെ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നോക്കുക, ഇങ്ങനെ പിക്ചർ പ്ലെയിനകത്തോട്ട് ഇറങ്ങി നിൽക്കുകയാണ് ഈ പർട്ടിക്കുലർ കേസിൽ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് വേണം ഈ പ്രോബ്ലത്തിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ. നൗ പിക്ചർ പ്ലെയിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറച്ച് പോർഷൻ ഇറങ്ങി നിൽപ്പുണ്ട്, നമ്മളത് കണ്ടു. ഇനി വി ക്യാൻ ഡ്രോ ദ ഗ്രൗണ്ട് ലൈൻ. നമുക്ക് ഗ്രൗണ്ട് ലൈൻ വരയ്ക്കാം. ഗ്രൗണ്ട് ലൈൻ്റെ ഡിസ്റ്റൻസ് എത്രയാ? ഞാൻ പറഞ്ഞു പിക്ചർ പ്ലെയിനിൽ നിന്നും 100 mm എടുത്തിട്ട് വേണം ഗ്രൗണ്ട് ലൈൻ വരയ്ക്കാൻ. കാരണം 50 + 30 80 + 20 100. സോ 100 mm എടുക്കുക. 100 mm എടുത്തിട്ട് ഡ്രോ ദി ഗ്രൗണ്ട് ലൈൻ. അപ്പം ഈ റോസ് കളർ ലൈൻ എല്ലാവരും കാണുന്നുണ്ടോ? അതാണ് ഗ്രൗണ്ട് ലൈൻ. നൗ അത്രയും കൂടെ വരച്ചിട്ട് വി ക്യാൻ പ്രോപ്പർലി നെയിം ദ പോയിന്റ്സ്. ഇതിനെ നമുക്ക് പ്രോപ്പറായിട്ട് നെയിം ചെയ്യാം. ഇത് എ ബി സി ഡി ടോപ്പ് ഫേസ് ആണ് ഞാൻ ആദ്യം നെയിം ചെയ്തത്. ടോപ്പ് ഫേസ് എ ബി സി ഡി. എയുടെ താഴെയുള്ള ഫേസ് ഇ എഫ് ജി എച്ച്. അങ്ങനെയാണ് ഞാനിപ്പോൾ നെയിം ചെയ്തത്. അപ്പം ഈ നോക്കണം, എയുടെ തൊട്ട് താഴെയുള്ളത് ഇൻ ബ്രാക്കറ്റ് യു ഹാവ് ടു റൈറ്റ് ഇ, ഇത് എഫ് ജി, ദിസ് പോയിന്റ് ഈസ് എച്ച്. അപ്പം ഇത്രയും നമ്മൾ അതിൻ്റെ ടോപ്പ് വ്യൂ ആയിട്ട് വരച്ചു. നൗ വി ഹാവ് ടു പ്രൊജക്ട് ദ ഫ്രണ്ട് വ്യൂ ഓൾസോ. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ പ്രൊജക്റ്റ് ചെയ്യുക. ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ പ്രൊജക്റ്റ് ചെയ്യുക. ഫ്രണ്ട് വ്യൂ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ എല്ലാ പോയിന്റിലും താഴെ ഗ്രൗണ്ട് ലൈനിലേക്ക് ലൈൻസ് വരയ്ക്കുക. These projectors are for the front view. Now what you have to do is just complete the front view with the given dimension. 30 mm is a side of the square. So front view നിങ്ങൾ ഈ ഡയറക്ഷനിലാണ് ഫ്രണ്ട് വ്യൂ നോക്കുക. ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് 30 mm ആയിട്ട് തന്നെ കാണാൻ പറ്റും. സോ ആ 30 mm വരയ്ക്കുക. So draw the front view. Front view വൃത്തിയായിട്ട് വരയ്ക്കാം. Front view. Now front view വരയ്ക്കുമ്പോൾ നിങ്ങൾ നോക്കുക, അത് ഈ സൈഡിൽ നോക്കുമ്പോൾ ഈ എഡ്ജ് കാണാൻ പറ്റും. അതായത് ഡി എച്ച് എന്ന് പറഞ്ഞ എഡ്ജ്. ഇത് ഈസ് എ വിസിബിൾ എഡ്ജ്, ബട്ട് ദിസ് ഈസ് എ ഹിഡൻ എഡ്ജ്. ടു ഡ്രോ ആസ് എ ഹിഡൻ ലൈൻ. ഇതൊരു ഹിഡൻ ലൈൻ ആയിട്ടാണ് കാണുക. നെയിം ചെയ്യുമ്പം this point is a dash, താഴെ you know this is e dash. ഇവിടെ എന്താണ്? this point is d dash, here it is h dash. Now this point is b dash, bottom point is f dash, this is c dash, here it is g dash. So these are the points. Now we have completed the front view and top view of the square prism. What's next? Now we have to draw the center plane. Why we need to draw the center plane? Because in the center plane we are marking the views of station point. Station point view വരയ്ക്കുന്നത് സെൻട്രൽ പ്ലെയിനിലാണ്. സെൻട്രൽ പ്ലെയിൻ എവിടെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? പ്രിസത്തിൻ്റെ സെൻറ്ററിൽ നിന്നും 5 mm ടു ദ റൈറ്റ്. വളരെ ശ്രദ്ധിക്കുക. ആദ്യമേ നിങ്ങൾ പ്രിസത്തിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. സെൻറ്ററിൽ കൂടെ അല്ല പോകുന്നത്. സെൻറ്റർ പക്ഷേ നിങ്ങൾക്ക് അറിയണം. കാരണം സെൻറ്ററിൽ നിന്നും 5 mm ടു ദ റൈറ്റിലേക്കാണ് സെൻട്രൽ പ്ലെയിൻ വരയ്ക്കേണ്ടത്. സോ ദാറ്റ് ഫസ്റ്റ് യു ഹാവ് ടു മാർക്ക് ദ സെൻറ്റർ. ആ സെൻറ്റർ ലൈനിൽ നിന്നും ജസ്റ്റ് മാർക്ക് ഈ സെൻറ്റർ പോയിന്റിൽ നിന്നും ടേക്ക് എ 5 mm.
സ്മോൾ ഡിഫറൻസേ വരുന്നുള്ളൂ. 5 mm ആണ് വരയ്ക്കുന്നത്. 10 mm പോലും ഇല്ല, 5 mm. ആ 5 mm വെച്ചിട്ട് ജസ്റ്റ് ഡ്രോ the central plane as a chain line. Okay, now in that central plane you have to mark the station points. Station point distance എത്രയാ പറഞ്ഞേക്കുന്നത്? Station point distance പറഞ്ഞേക്കുന്നത് 50 mm above ground plane and 30 mm in front of picture plane. അപ്പം 50 mm above ground plane, 30 mm in front of picture plane ആയിട്ട് നമ്മളത് വരയ്ക്കുക. 30 mm in front of picture plane എന്ന് പറഞ്ഞാൽ so 30 mm picture plane 30 mm ഇപ്പുറത്തോട്ട് മാർക്ക് ചെയ്യുക. So you will get a point. This point is station point. Top view ആണ് ഞാൻ SP എന്ന് മാർക്ക് ചെയ്യുക. Now next is you have to mark central plane le SP dash mark cheyanam 5 mm above ground plane. So the ivida kittunna point aanu SP dash. So now we have drawn all the station point, front view and top view of the station point. Now what's next? Now you have to draw the visual rays from each point of the views to the സ്റ്റേഷൻ പോയിന്റ്. നമ്മൾ ഈ വരച്ച ടോപ്പ് വ്യൂവിൽ നിന്ന് എല്ലാ പോയിന്റിൽ നിന്നും സ്റ്റേഷൻ പോയിന്റിന്റെ ടോപ്പ് വ്യൂവിലേക്ക് വിഷ്വൽ റേസ് പ്രൊജക്റ്റ് ചെയ്യണം. വെരി സിമ്പിൾ, ശ്രദ്ധിക്കുക. ഡ്രോ ഓർ വിഷ്വൽ റേസ് ലൈക്ക് ദിസ്. അപ്പോഴ് ഞാൻ ടോപ്പ് വ്യൂവിൻ്റെ എല്ലാ പോയിന്റിൽ നിന്നും ഞാൻ വിഷ്വൽ റേസ് വരച്ചു. സിമിലർലി ഐ ഹാവ് ടു ഡ്രോ വിഷ്വൽ റേസ് സ്റ്റേഷൻ പോയിന്റ് ഫ്രണ്ട് വ്യൂവിലേക്ക് ഒബ്ജക്റ്റിന്റെ ഫ്രണ്ട് വ്യൂവിൽ നിന്നും എല്ലാ പോയിന്റിൽ നിന്നും വരയ്ക്കണം. ഒരു പോയിന്റ് പോലും മിസ്സാക്കരുത്, ശ്രദ്ധിക്കുക. സി വരച്ചു, ജി ഡാഷ് വരച്ചു. നൗ ദിസ് ബി ഡാഷ് ഇവിടെ കുറച്ച് മറഞ്ഞിരിക്കുകയാണ്. എന്നാലും നിങ്ങൾ യു ഹാവ് ടു ഡ്രോ ഫ്രം ദാറ്റ് പോയിന്റ് ഓൾസോ. എഫ് ഡാഷിൽ നിന്നും വരയ്ക്കുക. Now next from H dash also you have to draw D dash, E dash, so now you have completed the visual rays projection. Visual ray എല്ലാം വരച്ചു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂവിൽ നിന്ന് പിക്ചർ പ്ലെയിനിലേക്ക് വരച്ച വിഷ്വൽ റേ ഇവിടെ കട്ടിംഗ് പോയിന്റ്സ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്യുക. കട്ടിംഗ് പോയിന്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. നോക്കിക്കോണം, ഇവിടെ ഞാൻ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ദിസ് ഈസ് എയിൽ നിന്ന് വന്ന കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഈ പോയിന്റ് ഞാൻ എങ്ങനെ നെയിം ചെയ്യുന്നത്? ദിസ് പോയിന്റ് ക്യാൻ ബി നെയിംഡ് ആസ് A1 in bracket you can put E1. So this point is A1 E1. Now next this is B1 in bracket F1 and this point is C1 in bracket G1. Now what about this DH? So here is a problem. നമുക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ DHൽ നിന്നും ഒരു പോയിന്റിനെ വിഷ്വൽ റേ ഒരിടത്ത് പോലും ഈ പിക്ചർ പ്ലെയിനെ കട്ട് ചെയ്യുന്നില്ല. കാരണം DH പിക്ചർ പ്ലെയിനിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന പോയിന്റ് ആണ്. അതുകൊണ്ട് ഈ വിഷ്വൽ റേ ഈ പിക്ചർ പ്ലെയിനെ കട്ട് ചെയ്യത്തില്ല. DHൽ നിന്ന് വരുന്ന വിഷ്വൽ റേ ഈ പിക്ചർ പ്ലെയിനെ കട്ട് ചെയ്യത്തില്ല. ആ കേസിൽ വാട്ട് വി ഹാവ് ടു ഡു ഈസ് വി ഹാവ് ടു പ്രൊജക്ട് ദ വിഷ്വൽ റേ ടു കട്ട് ദ പിക്ചർ പ്ലെയിൻ. അപ്പം ഈ DHൽ കട്ട് ചെയ്യാൻ നിൽക്കുന്ന ഈ വിഷ്വൽ റേ നമ്മൾ പിക്ചർ പ്ലെയിനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കട്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇതെപ്പോഴും ശ്രദ്ധിച്ചോളുക. പിക്ചർ പ്ലെയിന് പുറത്തായിട്ട് ഫ്രണ്ടിലായിട്ടൊരു ഒബ്ജക്റ്റിന്റെ പോയിന്റ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ വിഷ്വൽ റേ കട്ട് ചെയ്യുന്നത് പിക്ചർ പ്ലെയിനിലായിരിക്കില്ല. അപ്പോൾ ആ കേസിൽ സ്റ്റേഷൻ പോയിന്റിൽ നിന്നും നിങ്ങൾ വിഷ്വൽ റേ വരച്ചേക്കുന്ന വിഷ്വൽ റേ എക്സ്റ്റെൻഡ് ചെയ്ത് പിക്ചർ പ്ലെയിനിലേക്ക് കട്ട് ചെയ്യിപ്പിക്കണം. സോ ഈ പോയിന്റിലാണ് നിങ്ങൾക്ക് എന്തോ കിട്ടുക? D1 H1 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടുക. ദിസ് ഈസ് യുവർ
D1H1. ശ്രദ്ധിക്കുക, ഈ പോയിന്റാണ് D1H1. That point is D1H1. So നമുക്ക് D1H1 നമ്മൾ മാർക്ക് ചെയ്തു. Now next step is we have to project all these cutting points to the front view visual rays. ഈ വിഷ്വൽ റേ, ഫ്രണ്ട് വ്യൂവിന്റെ വിഷ്വൽ റേയിലേക്ക് നമ്മൾ ഇതിനെ പ്രൊജക്ട് ചെയ്ത് ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ് മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് പെർസ്പെക്റ്റീവ് വ്യൂ കിട്ടുക. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്ത് നോക്കി, ഈ DH ഒന്ന് പ്രൊജക്ട് ചെയ്ത് നോക്കാം. ഈ DH പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇതേ പ്രശ്നമുണ്ട്, നമുക്ക് വിഷ്വൽ റേയിൽ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടത്തില്ല. എന്തുകൊണ്ടാ? DH വെളിയിലുള്ള പോയിന്റ് ആയതുകൊണ്ട്. സി, ഐ ആം എക്സ്റ്റെൻഡിങ്, ഐ ആം പ്രൊജക്ടിങ് ദിസ് DH. പക്ഷേ ഈ DH ഈ ഫ്രണ്ട് വ്യൂവിന്റെ വിഷ്വൽ റേ ഒരിടത്തും കട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെയുള്ള D' നിന്നുള്ള വിഷ്വൽ റേയും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. We have to extend the visual ray from D' also, D' and H' also. See, ഈ H' കൂടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. You can see ഇവിടെ നമുക്ക് കട്ടിംഗ് പോയിന്റ്സ് നമുക്ക് കിട്ടുന്നത് എവിടെയാണ്? എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള വിഷ്വൽ റേയിൽ മാത്രമേ നമുക്ക് കട്ടിംഗ് പോയിന്റ്സ് കിട്ടുള്ളൂ, അല്ലാതെ ഒരു പോയിന്റിലും കട്ടിംഗ് പോയിന്റ്സ് കിട്ടത്തില്ല. അവിടെ ഈ പർട്ടിക്കുലർ കേസ് എന്തുകൊണ്ടാണ്? ഇത് പിക്ചർ പ്ലെയിൻ്റെ ഫ്രണ്ടിൽ നിന്നത് കൊണ്ടുവന്ന പ്രശ്നമാണ്. അതിനെ നമ്മൾ നേരെ പിക്ചർ പ്ലെയിനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ആ കട്ട് ചെയ്തതിനെ ഞാൻ നേരെ താഴെ പ്രൊജക്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് D' വിഷ്വൽ റേ കട്ട് ചെയ്യില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, അതിനെ ഞാൻ വീണ്ടും പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു കട്ടിംഗ് പോയിന്റ് കിട്ടി. H' ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പം I will get another cutting point here. See, these are cutting points, capital D and capital H. നമുക്കപ്പം ഇവിടെ ക്യാപിറ്റൽ D എന്ന് പറഞ്ഞ പോയിന്റ് ഇത് കിട്ടി. This point is our capital H. ബട്ട് ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താ, അടുത്ത വിഷ്വൽ റേ കട്ടിംഗ് പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ ചെയ്തതാണ്. സോ AE നമ്മൾ നേരെ പ്രൊജക്റ്റ് ചെയ്യുക. AE പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? A എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ, E എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ. സോ ദിസ് ഈസ് A, E എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. ദിസ് ഈസ് യുവർ E. നൗ അടുത്ത പോയിന്റ് ഏതാണ്? BF ആണ്. BFനെയും ഇത് ശ്രദ്ധിച്ച് ചെയ്യണം, കൺഫ്യൂഷൻ വരുന്നത്. B1F1 നിന്നുള്ള വിഷ്വൽ റേ ഞാൻ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇവിടെ B' നിന്നുള്ള വിഷ്വൽ റേ കട്ട് ചെയ്യുന്ന പോയിന്റ് ശ്രദ്ധയോടെ മാർക്ക് ചെയ്ത് ഇവിടെയാണ് B' കട്ട് ചെയ്യുന്ന പോയിന്റ് എനിക്ക് കിട്ടിയത്. സോ ദിസ് വിൽ ബി ക്യാപിറ്റൽ B. Fനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെ കിട്ടി. ദിസ് വിൽ ബി ക്യാപിറ്റൽ F. നൗ ഒരു പോയിന്റ് കൂടെ ബാക്കിയുണ്ട്, അത് C ആൻഡ് G ആണ്. സിയും G അതേപോലെ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരിക. നോക്കുക, ഹിയർ ഐ ഹാവ് C, ബോട്ടം പോയിന്റ് ഐ ഹാവ് G. സോ ദിസ് പോയിന്റ് ഈസ് C, ഹിയർ ഇറ്റ് ഈസ് G. സോ വാട്ട് ഈസ് നെക്സ്റ്റ് സ്റ്റെപ്പ്? നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ജോയിൻ ഓൾ ദ ഔട്ടർ പോയിന്റ്സ്. നമ്മൾ ഈ വരച്ചതിനകത്തുള്ള ഔട്ടർ പോയിന്റുകളെ ആദ്യമേ അങ്ങ് ജോയിൻ ചെയ്യുക. ഔട്ടർ പോയിന്റ്സ് പറഞ്ഞാൽ ഈ DH ഈസ് ആൻ ഔട്ടർ പോയിന്റ്. കണ്ടോ, ഈ DH ഒരു ഔട്ടർ പോയിന്റ് ആണ്. അത് ഞാൻ ജോയിൻ ചെയ്തു. നൗ H കഴിഞ്ഞാൽ പിന്നെ വരുന്ന നോക്കിക്കോണം, DA. DA ഈസ് ഓൾസോ ആൻ ഔട്ടർ പോയിന്റ്. ഈ DA ഔട്ടർ പോയിന്റ് ആണ്. AB ഔട്ടർ പോയിന്റ് ആണ്. ദെൻ BC ഔട്ടർ പോയിന്റ് ആണ്. നൗ നെക്സ്റ്റ് ഈസ് CG. CG ഔട്ടർ പോയിന്റ് ആണ്. G ഇനി അടുത്ത് പറ്റുന്നത് GH-ലേക്കാണ്. യു സി GH. അപ്പോൾ നമ്മൾ ഔട്ടർ പോയിന്റ്സ് എല്ലാം ജോയിൻ ചെയ്ത് വെച്ചു. AB, BC, CG, GH, HD, DA. ഇത്രയുമാണ് ഔട്ടർ പോയിന്റ്സ്. ഈ ഔട്ടർ പോയിന്റ്സിനെ നോക്കിയിട്ട് ഇനി ബാക്കി നമ്മൾ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്റ്റേഷൻ പോയിന്റിൽ നിന്നും ഒബ്ജക്റ്റിലേക്ക് നമ്മൾ നോക്കുക. സ്റ്റേഷൻ പോയിന്റിൽ നിന്നും ഒബ്ജക്റ്റിന്റെ ടോപ്പ് വ്യൂയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? ഈ ഫേസ് കാണാൻ പറ്റും. അതേതാ? CGDH എന്നുള്ള ഈ ഫേസ് കാണാൻ പറ്റും. അപ്പോൾ അത് വിസിബിളാണ്. പക്ഷെ ഇത് പൂർണ്ണമായി എനിക്ക് വിസിബിളാന്ന് പറയാൻ പറ്റില്ല, കാരണം ഈ വിഷ്വൽ റേ കട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഈ പോകുന്ന വിഷ്വൽ റേ ഈ ഫേസിനെ കട്ട് ചെയ്യുന്നതുകൊണ്ട്
ഇതിനെ എനിക്ക് പൂർണ്ണമായും വിസിബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. ഇതേ അതേപോലെ കൊണ്ട് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഈ വിഷ്വൽ റേ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ഒറ്റയടിക്ക് പറയാൻ പറ്റുന്നത് DHCG എന്ന് പറഞ്ഞ ഈ ഒരു ഫേസ് മാത്രം കാണാൻ, ഈ രണ്ട് വിഷ്വൽ റേ കട്ട് ചെയ്യാതെ, ഒന്നിനെയും കട്ട് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ഈ ഫേസിൽ പോയി വീഴുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് DHCG വിസിബിൾ ആണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാലോ? ഇവിടെ നിന്ന് നോക്കി ഈ ടോപ്പ് ഫേസ്, ഈ ഫ്രണ്ട് വ്യൂവിൻ്റെ ടോപ്പ് ഫേസ് ആയ ABCD മൊത്തവും വിസിബിളാണ്. കാരണം നേരെ ഈ അടുത്ത് കാണുന്ന ഈ ഫേസ് ABCD വിസിബിളാണ്. അപ്പോൾ ഇത്രയും സാധനം നമ്മൾ വിസിബിൾ ആക്കുമ്പം DHCG എവിടെയാണ്? DHCG തൊട്ടേ CG ഈ D ജോയിൻ ചെയ്യുക. CG ഓൾറെഡി നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നൗ അപ്പോൾ കണ്ടോ, ABCDയും നമുക്ക് വിസിബിൾ ആയിട്ട് കിട്ടി. ഇനി ഇതിനകത്തുള്ള അതർ പോയിന്റ്സ് എല്ലാം, കട്ടിംഗ് പോയിന്റ്സ് എല്ലാം ഹിഡൻ ആണ്. സോറി, അകത്തുള്ള എഡ്ജസ് എല്ലാം ഹിഡൻ ആണ്. ഇത് ഒരു ഹിഡൻ പോയിന്റ് HE ആണ്. പോയി HE, then EF, AE, FB. അപ്പോൾ ഇതൊന്നുകൂടെ ഞാൻ കട്ടിക്ക് വരയ്ക്കാം. ഇതൊരു വിസിബിൾ ഫേസ് ലൈനാണ്. നോക്കുക, ഇതൊക്കെ ഹിഡൻ ആണ്. അപ്പോൾ നോക്കിയേ, ഇതും ഹിഡൻ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒബ്ജക്റ്റിൻ്റെ പെർസ്പെക്റ്റീവ് വ്യൂ വരിക. പിക്ചർ പ്ലെയിനിന് വെളിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഗ്രൗണ്ട് ലൈനിന് വെളിയിലേക്ക് നമുക്കിതിൻ്റെ പെർസ്പെക്റ്റീവ് വ്യൂ കിട്ടിയത്. നമുക്ക് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, HEയും കൂടെയാണ് എഡ്ജ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. H ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രമേ ജോയിൻ ചെയ്യാവൂ. ഫ്രണ്ട് വ്യൂവിൻ്റെ പോയിന്റുകളായിട്ട് നിങ്ങൾ തെറ്റിക്കരുത്. ക്യാപിറ്റൽ S, ക്യാപിറ്റൽ E ഇങ്ങനെയാണ് ജോയിൻ ചെയ്യുക. അപ്പം ഇത് പിക്ചർ പ്ലെയിനിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പോർഷൻ വരുന്നത് കൊണ്ടാണ് നമുക്കിങ്ങനെ കിട്ടുക. ഇനി ഇതേപോലെയുള്ള പല പ്രോബ്ലങ്ങളുണ്ട്, പിക്ചർ പ്ലെയിനെ കട്ട് ചെയ്യുന്ന പ്രോബ്ലങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിളാണ്, ഒരു പിക്ചർ പ്ലെയിൻ നമ്മളിപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു ക്യൂബ് നിൽക്കുന്ന ക്യൂബ് പിക്ചർ പ്ലെയിനെ കട്ട് ചെയ്താൽ ഇങ്ങനെ വരാം. അപ്പോൾ നോക്കിക്കോണം, A, B, C, D, E, F, G, H. അപ്പം ഇത്രയും പോർഷൻ പിക്ചർ പ്ലെയിനെ കട്ട് ചെയ്തേക്കുന്നതാണ്. സപ്പോസ് ഇവിടെ ഒരു സ്റ്റേഷൻ പോയിന്റ് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾ ആദ്യം ഈ വിഷ്വൽ റേ വരയ്ക്കും. പക്ഷേ ഈ വിഷ്വൽ റേ പിക്ചർ പ്ലെയിനെ കട്ട് ചെയ്യില്ല. ഇവിടെ വരയ്ക്കുന്ന ഈ രണ്ട് വിഷ്വൽ റേസ് പിക്ചർ പ്ലെയിനെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് രണ്ട് കട്ടിംഗ് പോയിന്റ്സ് കിട്ടും. ഇതിനെ നിങ്ങൾക്ക് കട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? യു ഹാവ് ടു എക്സ്റ്റെൻഡ് ഇറ്റ് ടു ഒബ്റ്റെയിൻ ദ കട്ടിംഗ് പോയിന്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് A1 E1 കിട്ടുന്നത് ഇവിടെയാണ്. അതേപോലെ തന്നെ D1 H1 കിട്ടുന്നത് ഇവിടെയാണ്. സോ ഈ ഒരു വ്യത്യാസം നിങ്ങൾ ഓർക്കുക. അപ്പോൾ കറസ്പോണ്ട് നിങ്ങൾ ഫ്രണ്ട് വ്യൂവിൽ നിന്നും ഈ വിഷ്വൽ റേ ഇറക്കേണ്ടി വരും. AEയുടെയും DHൻ്റെയും ഇതേപോലെ ഗ്രൗണ്ട് ലൈനിന് വെളിയിലായിരിക്കും നിങ്ങൾക്ക് പെർസ്പെക്റ്റീവ് കിട്ടുക. അത് എപ്പോഴും ഓർത്തുകൊള്ളുക. ഇതാണ് 6ാമത്തെ പ്രോബ്ലം നമ്മളുടെ വർക്ക് ബുക്കിൽ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെയ്തു നോക്കിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യാം. താങ്ക് യു.